ഇന്നത്തെ സെഷനിൽ നമുക്ക് കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ ഈ മൂന്ന് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഒന്ന് കമ്പയർ ചെയ്യാം. നമ്മളിപ്പോ മൂന്ന് കോൺഫിഗറേഷനിലും ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരയ്ക്കണം, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരയ്ക്കണം എന്നെല്ലാം നോക്കി. ഇനി അതിന്റെ ഒരു കമ്പാരിസൺ നടത്താം. Common base configuration, common emitter configuration, common collector configuration. നമ്മൾ നോക്കാൻ പോകുന്ന പാരാമീറ്റേഴ്സ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ, കറന്റ് ഗെയിൻ ആൻഡ് വാട്ട് ഇസ് ദി ആപ്ലിക്കേഷൻ. Let us first see about the input resistance. Common base na input resistance is very low. Say in the order of 100 ohms. Common emitter na very low very low. Common emitter, it is low. Common collector very high. അപ്പോൾ അതിനൊരു ധാരണയ്ക്ക് വേണ്ടി ഞാൻ ഒരു ഫിഗർ എടുത്തു എന്ന് മാത്രം. 100 ohms, 1 kilo ohm, 100 kilo ohm. Okay. 100 kilo ohm. അതേപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓർഡർ റിവേഴ്സ് ചെയ്യും. വെരി ഹൈ, ഹൈ, ലോ. അതാണ് കോമൺ എമിറ്ററിനപ്പോ ഹൈ വരും, കോമൺ കളക്ടറിന് ലോ. കോമൺ ബേസിന് വെരി ലോ ഇൻപുട്ടും വെരി ഹൈ ഔട്ട്പുട്ടുമാണ്. കോമൺ എമിറ്ററിന് ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാം. കോമൺ കളക്ടർ ആവുമ്പോ വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസും ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ആവും. അപ്പൊ ഓർഡർ റിവേഴ്സ് ചെയ്തിട്ടാണ് വരിക. കോമൺ ബേസിൽ നിന്ന് കോമൺ കളക്ടറിൽ എത്തിക്കുമ്പോൾ അപ്പൊ കോമൺ എമിറ്റർ അതിന്റെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ആയിട്ട് വിചാരിക്കാം. ഇനി വോൾട്ടേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ കോമൺ ബേസിലെ വോൾട്ടേജ് ഗെയിൻ വിൽ ബി അറൌണ്ട് 100, കോമൺ എമിറ്ററിന് അറൌണ്ട് 300, കോമൺ കളക്ടറിന് ലെസ് ദാൻ 1 ആയിരിക്കും. കറന്റ് ഗെയിൻ കോമൺ ബേസിൽ ലെസ് ദാൻ 1, കോമൺ എമിറ്ററിന് ലാർജ് കറന്റ് ഗെയിൻ ആയിരിക്കും. ബീറ്റ വിൽ ബി ലാർജ്. കോമൺ കളക്ടർ ആവുമ്പോൾ ഇറ്റ് വിൽ ബി ലാർജ്, ബീറ്റ പ്ലസ് 1 എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ വോൾട്ടേജ് ഗെയിൻ ഇവിടെ വളരെ കുറവായിരിക്കും, കറന്റ് ഗെയിൻ കൺസിഡറബിളി ഉണ്ടാവും. ഇവിടെയാണെങ്കിലോ വോൾട്ടേജ് ഗെയിൻ കാര്യമായിട്ടില്ല, 100 ഉണ്ട്, കറന്റ് ഗെയിൻ ലെസ് ദാൻ 1 ആണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, കോമൺ ബേസിന് കറന്റ് ഗെയിൻ കുറവാണ്, കോമൺ കളക്ടറിന് വോൾട്ടേജ് ഗെയിൻ കുറവാണ്. അപ്പൊ ആരാണ് നല്ലത്? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആള്, അതായത് കോമൺ എമിറ്റർ ആണ് പല ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യുക. കാരണം ഇറ്റ് ഹാസ് ഗോട്ട് കൺസിഡറബിൾ വോൾട്ടേജ് ഗെയിൻ ആൻഡ് കൺസിഡറബിൾ കറന്റ് ഗെയിൻ. അതേപോലെ റെസിസ്റ്റൻസിന്റെ ടേംസിലാണെങ്കിലും ഇറ്റ് ഹാസ് ഗോട്ട് എ മോഡറേറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് എ മോഡറേറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. വളരെ കൂടുതലുമല്ല, വളരെ കുറവുമല്ല. ഇനി ആപ്ലിക്കേഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഇസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. കോമൺ എമിറ്റർ is used for audio frequency applications and common collector is used for impedance matching. Impedance matching എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മാച്ച് ചെയ്താൽ മാക്സിമം പവർ ട്രാൻസ്ഫർ വരാൻ വേണ്ടി ഉള്ളതാണ്. ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് എ സിയോടുള്ള റെസിസ്റ്റൻസിനെ എന്നെടുക്കാം ഇംപീഡൻസ്. ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 20 to 20,000 കിലോ ഹെർട്സ് ആണ്. ആ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ആംപ്ലിഫിക്കേഷന് കോമൺ എമിറ്റർ ആണ് യൂസ് ചെയ്യാം. common emitter
റെസിസ്റ്ററിന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്, VB വേഴ്സസ് IB. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V/I ആയിരിക്കും. ചെറിയൊരു വിന് നല്ലൊരു കറന്റ് ചേഞ്ച് വരുന്നുണ്ട്, അങ്ങനെ ആലോചിക്കുക. അപ്പൊ എന്തായിരിക്കും, ചെറിയൊരു വിന് നല്ലൊരു കറന്റ് ചേഞ്ച് വരുന്നുണ്ട്, അപ്പൊ ഈ വാല്യൂ റിസൾട്ടന്റ് വാല്യൂ ചെറുതായിരിക്കും. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിൽ ബി ലോ. ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണെങ്കിലോ, ഇവിടെ നോക്കാം, ഒരു വലിയ കറന്റ് ചേഞ്ച്, ഇവിടെ 2 പോയിന്റ് എടുക്കുകയാണ് ഞാൻ, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്. ഒരു വലിയ കറന്റ് ചേഞ്ചിന് വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ, വലിയ വോൾട്ടേജ് ചേഞ്ചിന്, ഈ വോൾട്ടേജിന് ഈ വോൾട്ടേജിലേക്കായി, അതിന് കറസ്പോണ്ടിങ് ആയി കറന്റ് ചേഞ്ച് വളരെ കുറവേ ഉള്ളൂ. അപ്പൊ R എന്തായിരിക്കും, R വിൽ ബി വെരി ഹൈ. അപ്പൊ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഫോർ കോമൺ എമിറ്റർ വിൽ ബി വെരി ഹൈ. അപ്പോ ഇതാണ് ഒരു കമ്പാരിസൺ ടേബിള്, ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിനാണ്. ഒന്നാമത്തെ കാര്യം, അത് ഓഡിയോ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടത് കോമൺ എമിറ്റർ ആണ്. അങ്ങനത്തെ ആ ഫ്രീക്വൻസീസിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റിയ സാധനം കോമൺ എമിറ്റർ ആണ്. വലിയ കറന്റ് ഗെയിൻ ഉണ്ട്, വോൾട്ടേജ് ഗെയിനും തരക്കേടില്ലാതെ നല്ല ഹൈ ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറച്ചുണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറവാണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്. നമുക്ക് വേണ്ടത് പല കേസുകൾക്കും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറച്ചും കൂടെ കുറഞ്ഞാൽ നന്നായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഒരു മോഡറേറ്റ് ആണ്, കറന്റ് ഗെയിനും വോൾട്ടേജ് ഗെയിനും ഹൈ ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മോഡറേറ്റ് ആണ്, ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷന് ബെസ്റ്റ് ആണ്. ഈ കാരണങ്ങൾ കൊണ്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. CE ആംപ്ലിഫയറിന്റെ പ്രസക്തി മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ CE ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ജനറലായി നമ്മൾ വരച്ചു, അതായത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തും ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ചെയ്തും നമ്മൾ CE ആംപ്ലിഫയറിനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബയസിംഗ് പാറ്റേൺ കൊടുക്കുന്നതിന് പകരം ഈ 2 സംഭവങ്ങളും കൂടെ ഒരു ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന വിധത്തിൽ ഒറ്റൊരു ബയസിംഗ് സപ്ലൈ വെച്ചിട്ട് നമുക്ക് ഈ CE ആംപ്ലിഫയറിനെ കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെയാണ് സർക്യൂട്ട് എന്ന് നോക്കാം. സ്റ്റേജ് ബൈ സ്റ്റേജ് മനസ്സിലാക്കി വരയ്ക്കാം. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ, എമിറ്റർ ഇസ് കോമൺ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അങ്ങനെയാക്കി ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ വരച്ചു. കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിനെ വരച്ചു, ഇനി നമുക്ക് അതിന് ബയസിംഗ് കൊടുക്കണം. ഇവിടെ ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് ഒരു കപ്പാസിറ്റർ വഴി കൊടുക്കുന്നു. ഇവിടെ ഒരു ബയസിംഗ് സപ്ലൈ പ്ലസ് VCC എന്ന് പറയുന്ന ഒരു ബാറ്ററി പ്ലസ് VCC. ഇതിൽ നിന്ന് R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ്, R2 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ്, ഇത് നമ്മുടെ ഗ്രൗണ്ട്. അപ്പൊ ബേസില് ഇവിടെ നമുക്ക് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാം. കപ്പാസിറ്റർ വഴി ഇൻപുട്ട് ബേസിലേക്ക് കൊടുക്കുന്നു. ഇവിടെ R1, R2 എന്ന് പറയുന്ന 2 റെസിസ്റ്റൻസ് ബയസിംഗിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ബയസിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഇവിടെ കളക്ടറിലെ റെസിസ്റ്റൻസ് വെക്കുന്നു, അതിനെ RC എന്ന് വിളിക്കുന്നു, കളക്ടർ റെസിസ്റ്റൻസ്. ഇനി എമിറ്ററിലെ റെസിസ്റ്റൻസ് അതിനെ RE എന്ന് വിളിക്കുന്നു. അതിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ, ഈ കപ്പാസിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE എന്നറിയപ്പെടുന്നു. ഇതിനെ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ Cin എന്ന് വിളിക്കാം. ഇനി ഔട്ട്പുട്ട് എടുക്കുന്നത് നമുക്കറിയാം കളക്ടറിൽ നിന്നാണ്. അപ്പോ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലാണ് ഇപ്പൊ തൽക്കാലം ഔട്ട്പുട്ട് എന്ന് വിചാരിക്കും. ഔട്ട്പുട്ട്, അപ്പോ ഇതിനെ Cout എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ വേറൊരു പേര് CC എന്ന് വിളിക്കാറുണ്ട്, കപ്ലിംഗ് കപ്പാസിറ്റർ.
അതായത് ഒരു സ്റ്റേജ് ഓഫ് ആംപ്ലിഫയറിനെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ആംപ്ലിഫയറുമായി കപ്പിൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ കപ്പാസിറ്റർ കപ്ലിംഗ് കപ്പാസിറ്റർ എന്നുള്ള പേര്. അപ്പൊ ഇവിടെ പ്ലസ് VCC കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബയസിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അക്രോസ് R2ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് will bias this base emitter junction in a forward manner എന്ന് മനസ്സിലാക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പരീക്ഷയ്ക്കെല്ലാം സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പൊ ഒന്നും കൂടെ ഇതിൽ ഓരോ കമ്പോണന്റിന്റെയും പ്രസക്തി എന്താണെന്ന് നോക്കാം. പ്ലസ് VCC എന്ന് പറയുന്നത് ബയസിംഗ് ബാറ്ററിയാണ്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ബയസിംഗ് എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ടില്ലെങ്കിലും ബയസിംഗ് ആദ്യം കൊടുക്കും. ബയസിംഗ് എന്താണ്? ട്രാൻസിസ്റ്ററിനെ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കുക. ട്രാൻസിസ്റ്റർ ആക്ഷൻ നടക്കണമെങ്കിൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോ അതിനു വേണ്ടിയാണ് ഈ പ്ലസ് VCC എന്ന് പറയുന്ന ബാറ്ററി കൊടുക്കുന്നത്. സോ R1, R2 give the required biasing for the transistor. Cin എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്, ഇൻപുട്ട് കപ്പാസിറ്റർ ആണ്. അതായത് ഇവിടെ ഒരു AC സിഗ്നൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിലേക്ക് ഈ DC വോൾട്ടേജ് ഒഴുകി പോകരുത്. എന്നാൽ ഈ AC ഇങ്ങോട്ട് കടക്കുകയും വേണം. ഇൻപുട്ട് കൂടെ AC ഇങ്ങോട്ട് വരണം. പക്ഷെ ഇവിടെയുള്ള DC പൊട്ടൻഷ്യൽ, ബയസിംഗ് പൊട്ടൻഷ്യൽ ഇവിടെ കൊടുക്കാൻ പോകുന്ന സിഗ്നലിനെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്, സിഗ്നൽ ജനറേറ്ററിലേക്ക് പോകരുത്. DC ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്യണം, ACനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോ അതിന് പറ്റിയ കമ്പോണന്റ് ആണ് കപ്പാസിറ്റർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്റർ റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു 1/C ഒമേഗ ആണ്. ഫ്രീക്വൻസി കൂടിയ സാധനത്തിന് റിയാക്ടൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റർ കുറവായിരിക്കും. അപ്പോ എസിക്ക് ഫ്രീക്വൻസി കൂടുതലാണ്, അപ്പൊ റിയാക്ടൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് റഫായി എടുക്കാം, കുറവായിരിക്കും. അപ്പൊ അതിനെ ഇത് കടത്തിവിടും. പക്ഷെ DCയെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി ഇല്ല, അപ്പോ എന്തുവരും? 0 എന്നെടുക്കാം. അപ്പോ റിയാക്ടൻസ് വിൽ ബി ഇൻഫിനിറ്റ്. DCയെ ഇങ്ങോട്ട് കടത്തില്ല. അതിനാണ് സീൻ എന്ന് പറയുന്ന കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ലെറ്റ്സ് AC signal into the base. It prevents the DC biasing condition to flow back to the signal generator. ഇനി REയുടെ ഉദ്ദേശം സ്റ്റെബിലൈസേഷന് വേണ്ടിയാണ്. What do you mean by stabilization? അതായത് ടെമ്പറേച്ചർ മാറുമ്പോ ഈ കറണ്ടുകളെല്ലാം മാറുക, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഒന്ന് കേടുവന്ന് മാറ്റിവെച്ചാൽ, ട്രാൻസിസ്റ്റർ ഒന്ന് റീപ്ലേസ് ചെയ്തു, അതേ പോലെയുള്ള ട്രാൻസിസ്റ്റർ തന്നെ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. എന്നാലും അതിന്റെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ആ വേരിയേഷൻസ് അതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെബിലൈസേഷൻ കൊടുക്കുന്നത്. So the purpose of RE is to provide stability to the circuit. Stability means the operating conditions should be independent of transistor parameters and temperature variations. ട്രാൻസിസ്റ്റർ ഒന്ന് മാറ്റി വെച്ചാലോ അല്ലെങ്കിൽ അതിന്റെ പാരാമീറ്റർ ഒന്ന് മാറിയാലോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറിയാലോ ഇതിന്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് മാറാൻ പാടില്ല. ഇനി RC എന്ന് പറയുന്നത് കളക്ടർ ലോഡാണ്. എഗെയിൻ CC എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. അതൊരിക്കൽ പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കപ്പിൾ വൺ സ്റ്റേജ് ഓഫ് ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ. ഇതിന്റെ അപ്പുറത്ത് ഒരു യൂണിറ്റും കൂടെ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ദിസ് DC കണ്ടീഷൻ ഷുഡ് നോട്ട് ഫ്ലോ ഔട്ട്, but AC should flow out. ഇവിടെ ഒരു സിഗ്നൽ AC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ
പുറത്ത് ഇവിടെ എ സി ആംപ്ലിഫൈഡ് ആയിട്ട് വരും. But this DC condition should not flow out. DC voltage. അപ്പോൾ നമ്മൾ പറഞ്ഞു capacitor allows AC to flow through it, but it will block the DC. അതിനുള്ള കാരണവും നമ്മൾ പറഞ്ഞു റിയാക്ടൻസ് വെച്ചിട്ട്. എസിക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് റിയാക്ടൻസ് എന്നുള്ള കൺസെപ്റ്റ്. DC കണ്ടീഷൻസിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഫ്രീക്വൻസി ഡിപെൻഡന്റ് റെസിസ്റ്റൻസ് ഇസ് കോൾഡ് റിയാക്ടൻസ്. ഇതാണ് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ്സ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സർക്യൂട്ടിലുള്ള കറണ്ടുകളെ നോക്കാം. ഈ സർക്യൂട്ടില് സിഗ്നൽ കൊടുക്കാത്തപ്പോ എന്താണുള്ളത്? DC കറണ്ട് ഒഴുകുന്നുണ്ട്, DC വോൾട്ടേജസ് ഉണ്ട്. അതാണ് ബയസിംഗിന് ഉപയോഗിക്കുന്നത്. DC സപ്ലൈ ആണ് പ്ലസ് VCC. അപ്പൊ DC കറണ്ടുകളെ നമുക്ക് എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സബ്സ്ക്രിപ്റ്റ് ഓൾസോ ക്യാപിറ്റൽ. അപ്പൊ IB എന്ന് പറഞ്ഞാൽ ബേസ് കറന്റ്, IC എന്ന് പറഞ്ഞാൽ DC കളക്ടർ കറന്റ്, IE എന്ന് പറഞ്ഞാൽ DC എമിറ്റർ കറന്റ്. ഓക്കെ, ഇനി DC എമിറ്റർ കറന്റ്. ഇനി നമുക്ക് AC അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. സ്മോൾ ലെറ്റർ I ആൻഡ് സ്മോൾ ലെറ്റർ C. ഇത് AC കളക്ടർ കറന്റ്, ഇത് AC ബേസ് കറന്റ്, ഇത് AC പറ്റിയല്ലേ പറയുന്നത്, എക്സ്ക്യൂസ് മീ. AC കളക്ടർ കറന്റ്, AC ബേസ് കറന്റ്, AC എമിറ്റർ കറന്റ്. സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുക, സബ്സ്ക്രിപ്റ്റും മെയിൻ ലെറ്ററും. So this is AC, this is DC. Okay. ഇനി ടോട്ടൽ എന്ന് പറയുന്നത് it will be a sum of AC and DC. അപ്പോൾ DC കണ്ടീഷൻസ് സിഗ്നൽ ഇല്ലെങ്കിലും ഉണ്ടാകും. സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ACയും ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ ബേസ് കറന്റ് എന്ന് പറയുന്നത് AC പ്ലസ് DC ആയിരിക്കും. So the net base current is DC base current plus AC base current. The net emitter current, that is small letter I and capital letter E, is DC emitter current plus AC emitter current. The net collector current, that is small letter I and capital letter C, is DC collector current plus AC collector current. അപ്പോൾ സം ഓഫ് AC ആൻഡ് DC എഴുതുമ്പോൾ സ്മോൾ ലെറ്ററും സബ്സ്ക്രിപ്റ്റ് ക്യാപിറ്റൽ ലെറ്ററും ഉപയോഗിക്കാം. ഇനി നമുക്ക് DC കണ്ടീഷൻ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ബേസ് എമിറ്റർ ബയസിംഗ് വോൾട്ടേജ് VBE is provided by this VCC എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വോൾട്ടേജ് ഗെയിൻ നോക്കാം. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് IC into RC. ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട്. സോ IC RC ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IB RIN. RIN എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഇഫക്റ്റീവ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. തൽക്കാലം നിങ്ങൾ RIN എന്ന് മനസ്സിലാക്കിയാൽ മതി. So IC by IB is beta, current gain. So beta into RC by RIN എന്ന് പറയാം voltage gain. ഇനി അടുത്തത് പവർ ഗെയിൻ എന്താണെന്ന് നോക്കാം. പവർ ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഇൻടു ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ്. അതായത് പവർ ഇസ് V into I ആണല്ലോ. അപ്പോ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം.
Power gain is defined as output power by input power. It will be equal to voltage gain into current gain. Current gain എന്ന് പറയുന്നത് ബീറ്റ, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ബീറ്റ ആർ സി ബൈ ആർ ഇൻ, പവർ ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട് ബൈ വി ഇൻ ഇൻറ്റു ബീറ്റ, വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു കറന്റ് ഗെയിൻ. അപ്പോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബീറ്റ ആർ സി ബൈ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ബീറ്റ സ്ക്വയർ വരും അല്ലെ? ബീറ്റ സ്ക്വയർ ആർ സി ബൈ ആർ ഇൻ എന്ന് വരും പവർ ഗെയിൻ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത്, സപ്പോസ് ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ സി ആയിട്ടാണ് എടുത്തത്, പക്ഷെ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കൂ, ആർ എൽ എന്നുള്ളൊരു ലോഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ സി എടുത്തതിന് പകരം നമുക്ക് ഇതിന്റെയും കൂടെ പാരലൽ കോമ്പിനേഷൻ എടുക്കണം. ആർ സി പാരലൽ ആർ എൽ, out is equal to RC parallel RL എന്ന് എടുക്കണം. അതിനെയാണ് നമ്മൾ AC RAC എന്ന് പറയാറുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ എഴുതിയ വോൾട്ടേജ് ഗെയിനിന്റെ സ്ഥാനത്ത് AC ലോഡ് എടുക്കണം. അപ്പോ AC എന്ന് വരും, RAC എന്ന് കൊടുക്കണം. AC ലോഡ് കണക്കാക്കുമ്പോ ഇറ്റ് ഈസ് RAC ആൻഡ് RAC ഈസ് AC സംബന്ധിച്ചിടത്തോളം ഇതും പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ RC പാരലൽ RL എടുക്കും. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. കറന്റ് ഗെയിൻ ബീറ്റ, വോൾട്ടേജ് ഗെയിൻ AB is equal to beta RAC by RL, and power gain is equal to voltage gain into current gain. That will be also equal to beta square RAC by RL. So these are the important points regarding common emitter amplifier. Hope it is clear.